സ്പീക്കട്ടെ. ഞാൻ പറയാൻ പോകുന്നത് ഭാരതത്തിലെ രക്തസാക്ഷിയായ റാണിയെ കുറിച്ചാണ്. 1954 ജനുവരി 29 എറണാകുളം ജില്ലയിലെ പൊന്നുപള്ളിയിലെ പൈലിപ്പട്ടാണി എലീസ ദമ്പതികളുടെ 7 മക്കളിൽ രണ്ടാമതായി റാണിയെ ജനിച്ചു. ഉത്തമ കത്തോലിക്ക വിശ്വാസത്തിലും ദൈവഭക്തിയിലും വളർന്നവൾ അനുദിന ദിവ്യബലിയിലും കുടുംബ പ്രാർത്ഥനയിലും സജീവമായി പങ്കുചേരുമായിരുന്നു. 18 വയസ്സിൽ ഫ്രാൻസിസ്കൻ സന്യാസി സഭയിൽ ചേർന്നവൾ 1974 മെയ് 1 റാണി മരിയ എന്ന നാമത്തിൽ പ്രഥമ വിധവാഗ്ദാനം നടത്തി. ഉത്തരേന്ത്യയിലെ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ സാഹസ്യവും അനിവാര്യതയും മനസ്സിലാക്കിയ അവൾ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളും തരണം ചെയ്ത് ഉത്തർപ്രദേശിലെ ബീജനോറിൽ തീക്ഷ്ണമായ പ്രസിദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. 8 വർഷത്തോളം തന്റെ വാക്കുകളുടെയും പ്രവർത്തനങ്ങളെ സുവിശേഷ വേളയിൽ പാശ്ചാത്യപ്പെട്ടവരൊന്നുമറ്റായി അകത്തോളം അവൾ അധ്വാനിച്ചു. തുടർന്ന് 9 വർഷം മധ്യപ്രദേശിലെ സദർ രൂപതയിൽ പ്രേക്ഷിത വേളയിൽ വ്യാപരിച്ച് ഗോത്രവംശയുടെ ഇടയിലും യുവതലമുറയുടെ വിദ്യാഭ്യാസത്തിലും അവൾ നടത്തിയ സുതൃക്ക പ്രവർത്തനങ്ങൾ വളരെ പ്രകാശിത വിശ്വാസം സ്വീകരിച്ചു. ദരിദ്രരെ ഭൂവുടമകളുടെ ശോഷണത്തിൽ നിന്ന് രക്ഷിക്കാൻ ധൈര്യസമേതം സ്വരമെത്തിയ ആ ധന്യസന്യാസിയുടെ നീക്കങ്ങൾ ഭൂവുടമകളും ചുടിച്ചു. 1995 ഫെബ്രുവരി 5 ജീവൻ സിംഗ്, ധർമ്മേന്ദ്ര, സാമന്ത് സിംഗ് എന്നിവർ ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന സിസ്റ്ററിനെ അഭിഷേപിക്കുകയും തുടർന്ന് സാമന്ത് സിംഗ് സിസ്റ്ററിനെ 54 പ്രാവശ്യം കത്തികൊണ്ട് കുത്തുകയും ചെയ്തു. അവസാന ശ്വാസം വരെ യേശുനാമം ഉരുവിട്ടുകൊണ്ട് അവിടുത്തെ ഉദ്യാനത്തിലെ അവിടുത്തെ പ്രിയ മണവാട്ടി ഉഗലോകവാസം വെടിഞ്ഞു. ക്രൈസ്തവരുടെ ഉപവിടിയും ക്ഷമയുടെ ഹൃദയത്തെ പ്രതിഫലമായി പിൻകാലത്ത് സിസ്റ്ററിന്റെ കുടുംബം സാമന്തിന് മാപ്പ് നൽകുകയും അവിടുത്തെ കുടുംബത്തിലെ ഒരംഗമായി സ്വീകരിക്കുകയും ചെയ്തത് ലോകത്തെ അമ്പരപ്പിച്ച നീലനിലപാടായി ചരിത്രം കുറിച്ചു. 2017 നവംബർ 4 രക്തസാക്ഷി മരണം ചോരിയ ഭാരതത്തിലെ വനിതയായ സിസ്റ്റർ റാണി മരിയയുടെ വിയർപ്പിന്റെ ശുശ്രൂഷകളിൽ പങ്കുചേരാൻ സാമന്ത് സിംഗ് സന്നിഹിതനായിരുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.